പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷം 9-20 വാക്യം ഈശോ പത്രോസിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ ക്രിസ്തു. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ, കുരിശിൽ മരിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിന്ന് അതിൻ്റെ അനുസ്മരണമാണല്ലോ പരിശുദ്ധ ബലിയർപ്പണം നമ്മളിപ്പോൾ കൊണ്ടാടാൻ പോകുന്നത്. നമ്മൾ രക്ഷിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ്റെ ഓർമ്മ നമ്മളിപ്പോൾ കൊണ്ടാടുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകാൻ ഇടയാകട്ടെ. ഈ കുർബാന സമയത്ത് തന്നെ രക്ഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പല മേഖലകളും തടസ്സപ്പെട്ട് കിടക്കുന്ന പല മേഖലകളും തുറക്കപ്പെടാനും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും, ആത്മീയമായി മാത്രമല്ല ഭൗതികമായിട്ട് കൂടി നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ ഈ 1 മണിക്കൂർ സമയം നമുക്ക് ദൈവം ഇടവരുത്തട്ടെ. നമുക്ക് നമ്മുടെ ഭാഗത്തുള്ള ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും സ്നേഹവും നമുക്ക് ദൈവത്തിന് കൊടുക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിൽ ദിവ്യകൽപ്പനകളെല്ലാം അങ്ങ് സ്ഥാപിച്ചുവല്ലോ. അങ്ങ് കൽപ്പനകൾ പാലിച്ചുകൊണ്ട്
നിത്യജീവനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. ദാരിയൂസ് രാജാവിൻ്റെ 2ാം ഭരണവർഷം 7ാം മാസം 21-ാം ദിവസം പ്രവാചകനായ ഹഗ്ഗായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. യൂദായുടെ ദേശാധിപതിയായ ഷയാൽത്തിയേലിൻ്റെ മകൻ സെറുബാബിലിനോടും യഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷോയോടും ജനത്തിൽ അവശേഷിക്കുന്നവരോടും പറയുക, ഈ ആലയത്തിൻ്റെ പൂർവ്വമഹിമ കണ്ടിട്ടുള്ളവരായി നിങ്ങളിൽ ആരുണ്ട്? ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണ്? തീരെ നിസ്സാരമായിട്ട് തോന്നുന്നില്ലേ? എങ്കിലും സെറുബാബേൽ ധൈര്യമായിരിക്കുക. യഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവ ധൈര്യമായിരിക്കുക. ദേശവാസികളെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു. പണിയുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. വെള്ളി എൻ്റേതാണ്, സ്വർണവും എൻ്റേതാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ആലയത്തിൻ്റെ പൂർവ്വ മഹത്വത്തേക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ദൈവമേ, എനിക്ക് നീതി നടത്തി തരണമേ. അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ. വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ദൈവമേ, ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ. അങ്ങ് എന്നെ പുറന്തള്ളിയത് എന്തുകൊണ്ട്? ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ. അവ എന്നെ നയിക്കട്ടെ. അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും. എൻ്റെ പരമാനന്ദമായ
ദൈവത്തിങ്കിലേക്ക് തന്നെ. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി നൽകാനും അത്രേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകി, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നുവെന്നും പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിലെ 18 മുതൽ 22 വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. യഥാർത്ഥത്തിൽ പത്രോസിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുമ്പോഴും അതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ആദ്യത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ ശിഷ്യന്മാർ എന്ന ടൈറ്റിലോടുകൂടിയാണ് ലൂക്ക 5. അതിൽ 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് കണ്ടു. ഈശോ അതിലൊന്നിൽ കയറി. അത് ശിമയോൻ്റേതായിരുന്നു, അതായത് പത്രോസിൻ്റെ. അങ്ങനെ പത്രോസിനെയും പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും അങ്ങനെ ആദ്യത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമുണ്ട്, മേൽക്കൂര പൊളിച്ച തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമുണ്ട്. പിന്നീട് 6-ാമത്തെ അധ്യായത്തിലാണ് 12-ാമത്തെ വാക്യത്തിലാണ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അതായത് വീണ്ടും ഈ 12 പേരുടെ പേര് പറഞ്ഞ് അവരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം നമ്മൾ കാണുകയാണ്. അതിനുശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് രോഗികളെ സുഖപ്പെടുത്തുന്നു. പിന്നീട് 7-ാം അധ്യായത്തിൽ ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നത്, നായിമിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പാപിനിക്ക് മോചനം, അല്ലേ, ഈശോയുടെ കാലുകൾ കഴുകിയ പാപിനി. ഇതെല്ലാം ശിഷ്യന്മാരെ ഓരോ കാര്യങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈശോ രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, മനുഷ്യരുടെ സങ്കടങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, നായിമിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ചിട്ട് മരണത്തിന്മേൽ അധികാരമുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ഇനി ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അവിടെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നത്, കാറ്റിനെയും കടലിനെയും അതിൻ്റെ മേലും പ്രകൃതി ശക്തിയുടെ മേലും അധികാരമുള്ളവൻ എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് 8-ാം അധ്യായത്തിൽ തന്നെ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. പിശാച് ബാധയുടെ മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട്, അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് വീണ്ടും രക്തസ്രാവക്കാരി 12 വർഷം ഒരു വൈദ്യനും സുഖപ്പെടുത്താൻ പറ്റാതിരുന്ന രോഗം, അത് സുഖപ്പെട്ടു ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചപ്പോഴും. ഇനി ജായിറൂസിൻ്റെ മകളെ പുനർജീവിപ്പിക്കുന്ന ഭാഗം കൂടി അവിടെ ഉണ്ട്. വീണ്ടും മരിച്ചയാളെ ഉയർപ്പിക്കുന്നു. അതിനുശേഷമാണ് അപ്പോസ്തലന്മാരെ 6-ാം അധ്യായത്തിൽ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ 9-ാം അധ്യായത്തിലാണ് അപ്പോസ്തലന്മാരെ അയക്കുന്നത്.
അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുന്നു. ആ ഭാഗത്താണ് അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം കൂടി കാണിച്ചു കൊടുത്ത് ഒരു വസ്തുവിൽ പോലും തനിക്ക് മാറ്റം വരുത്താൻ സാധിക്കും എന്ന് ഈശോ കാണിച്ചു കൊടുക്കുക. എന്നിട്ടാണ് ഇത്രയൊക്കെ ആയല്ലോ നിങ്ങളൊക്കെ ഇത് കണ്ടില്ലേ, രോഗികൾ സുഖപ്പെടുന്നതും പ്രകൃതി ശക്തികൾ ഈശോയെ അനുസരിക്കുന്നതും പാപിക്ക് മോചനം ലഭിക്കുന്നതും അപ്പം വർദ്ധിപ്പിക്കുന്നതും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആരാണ്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആരാണെന്നാണ് മനസ്സിലായത്. അപ്പോഴാണ് പത്രോസ് ലൂക്കായുടെ സുവിശേഷം 9-20 വാക്യത്തിൽ നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് പറയുന്നത്. ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാകാം ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഈശോ അവരെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അവരെ പഠിപ്പിച്ചത്. നമുക്കും അങ്ങനെ പെട്ടെന്ന് ഈശോയെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല. നമുക്കറിയാൻ സാധിക്കണമെന്നില്ല. അതിനുള്ള ധൈര്യം വേണം, അതിനുള്ള അറിവ് വേണം. നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ ദൈവം നമ്മളെ പ്രത്യേക ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുക, ഈശോയ്ക്ക് സാക്ഷിയാകാൻ വേണ്ടി. പക്ഷേ നമുക്ക് ഈശോയെക്കുറിച്ച് അറിയാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയോ എന്ന് സംശയമാണ്. കാരണം മതപരിശീലനം, വിശ്വാസ പരിശീലനം, അതിൻ്റെ ഭാഗമായിട്ട് റെഗുലറായിട്ട് ക്ലാസ്സുകളിലൊന്നും പോയിട്ടില്ല. പലരും മുഴുവൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ വിശ്വാസ പരിശീലനം നടത്തിയിട്ടുള്ളവർ ഒന്ന് കരമുയർത്താവോ? 12ാം ക്ലാസ് വരെ മുഴുവൻ ക്ലാസ്സും ഓക്കെ, ദൈവത്തിന് നന്ദി. ചില ആളുകളൊക്കെ ഫുൾ അറ്റൻഡൻസ് ഉള്ളവരുണ്ട്, അത് വലിയ കാര്യമാണ്. ഇനി ചില കുടുംബങ്ങളും കാറ്റഗിസം പഠിച്ചാൽ എന്ത് കിട്ടാനാണ്, വല്ല അഡ്മിഷനും കിട്ടുമോ, വല്ലയിടത്തും അഡ്മിഷൻ കിട്ടുമോ, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കരുതിയും സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ അത്രയും പ്രാധാന്യം കാറ്റഗിസത്തിന് കൊടുത്തില്ല. അത് സത്യമാണ് അല്ലേ? സ്കൂളിലെ പാഠ്യേതര വിഷയങ്ങൾ, അതുപോലെ തന്നെ പഠന വിഷയങ്ങൾ, അതിന് പ്രാധാന്യം കൊടുത്തതുപോലെ കാറ്റഗിസത്തിന്, വിശ്വാസം പഠിക്കുന്ന കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇപ്പോഴും പലർക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനഭാഗം അല്ലെങ്കിൽ ഒരു ദൈവവചനം അതുപോലെ അറിയാൻ സാധിക്കാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തെ അറിയാൻ നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഇനി നമ്മൾ ചിലപ്പോൾ ഞായറാഴ്ച ആചരിക്കുമ്പോഴൊക്കെ നമ്മൾ മുഴുവൻ കുർബാനയിൽ പങ്കുചേർന്നിട്ടില്ല. ചിലപ്പോൾ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കാറ്റഗിസത്തിലൂടെയോ വചന പ്രഘോഷണങ്ങളിലൂടെയോ ഈശോയെ അറിയാൻ ഒരു ഫോളോ അപ്പ് പോലെ, ഒരു കോഴ്സോ അല്ല ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കുടുംബ കൂട്ടായ്മകളിൽ ചിലപ്പോൾ വചന വിചിന്തനം നടത്താറുണ്ട്. എല്ലാ മാസവും ഒരു വചനം എടുത്തിട്ട് അത് വചനം അച്ഛന്മാരോട് സംശയമൊക്കെ ചോദിച്ച് അതിന് സംശയ നിവാരണമൊക്കെ വരുത്തി അങ്ങനെ ഒരു മതപരിശീലനം, ബൈബിൾ പഠനം, അതിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും പോയി കുടുംബ കൂട്ടായ്മയിൽ പങ്കുചേർന്നിട്ടില്ല. ചിലപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ കുടുംബത്തിൽ വന്ന് പോയി അതിൽ പങ്കുചേരും. അപ്പോഴും നമ്മൾ അത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഇനി നമ്മളൊട്ട് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല, ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം, അത് വെച്ചിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈശോയെ പ്രഘോഷിക്കാൻ പറ്റാത്തത്. ഈശോയെ നമ്മൾ യഥാർത്ഥത്തിൽ പ്രഘോഷിക്കുന്നില്ല. അങ്ങനെ ഈശോയെ പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസ പരിശീലനം, വിശ്വാസ ജീവിതം കുറേ കൂടി നന്നായിട്ട് സുന്ദരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ പള്ളി വന്നിരുന്നിട്ട് പോലും നമുക്ക് പള്ളിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനോ കുറച്ചുകൂടി ദൈവസാന്നിധ്യമുള്ള മേഖലയിൽ എങ്ങനെ പെരുമാറണമോ എന്ന് പോലും നമുക്കറിയില്ല. കുർബാന സമയത്ത് നമ്മൾ വീഡിയോ പിടിക്കലും ഫോൺ പിടിക്കലും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കലും അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഈശോയെ അറിയാത്തത് കൊണ്ടാണ്. ഈശോയെ പ്രഘോഷിക്കാൻ, വളരെ വ്യക്തമായിട്ട് പ്രഘോഷിക്കാൻ കിട്ടുന്ന അവസരമാണ് കുർബാന സ്വീകരണം. ലാറ്റിൻ ക്രമത്തിൽ കുർബാന സ്വീകരിക്കുന്നയാൾ ക്രിസ്തുവിൻ്റെ തിരുശരീരമെന്ന് കേൾക്കുമ്പോൾ ഉടനെ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അതൊരു പ്രഘോഷണമാണ്. കുമ്പസാരിക്കാൻ മുട്ടുകുത്തുന്നയാൾ യഥാർത്ഥത്തിൽ ഈശോയുടെ മരണം വഴി നമുക്ക് കിട്ടിയ പാപമോചനം അത് വ്യക്തിപരമായ അനുഭവമാക്കി മാറ്റാൻ കർത്താവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നത് പോലെയാണ്. അപ്പോൾ കുമ്പസാരവും കുർബാന സ്വീകരണവും എത്രയോ മുടങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഈശോയെ പ്രഘോഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈശോയെ പ്രഘോഷിക്കണം. അതാണ് ശിഷ്യന്മാർക്കൊരു പരിശീലനം കൊടുക്കണം, ഒരു അറിവ് വേണം. നമുക്ക് അഭിഷേകം മാത്രം പോരാ,
അറിവും വേണം. അറിവും വേണം. ചില ആളുകൾ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനും സംസാരിക്കാനൊക്കെ തുടങ്ങും. പക്ഷേ അതിൽ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ്തുവിനെ നമ്മൾ അറിയണം, ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കണം. അതാണ് ക്രിസ്തുവിനെ പഠിക്കാൻ അപ്പോസ്തലന്മാരെ ദൈവം ഈശോ അനുവദിച്ചു കൊടുത്തതാണ്. നമുക്കും ഈ സംഭവങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ, സുവിശേഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈശോയെ നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ ഈശോയെ അറിഞ്ഞാൽ നമ്മൾ പറയും, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ഗോഡ് സേവ്സ്, ദൈവം രക്ഷിക്കുന്നു. അപ്പോൾ മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം ദ വൺ ഹൂ അനോയിൻറ്റഡ്, അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയില്ലേ? യേശു ക്രിസ്തു എന്നതിൻ്റെ ഹീബ്രു പ്രയോഗമാണ് ഈശോ മിശിഹ എന്നത്. യേശു ക്രിസ്തു എന്നത് ഗ്രീക്കിൻ്റെ മൂലപദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്, ഗ്രീക്ക് ഭാഷയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ഹീബ്രു പ്രയോഗമാണ് ഈശോ മിശിഹ. നമ്മളിപ്പോൾ ഒരാളോട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അത് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് ആ പ്രയോഗം, ആ ഒരു വിഷിങ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന അത് ഈശോയെ പ്രഘോഷിക്കാനുള്ളൊരു അവസരം കൂടിയാണല്ലോ. അത് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമ്മളത് തുടരണം, അത് നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പുണ്യമാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ? നമ്മൾ ഒരാളെ വിഷയമാണ്. നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ, കൊച്ചുമക്കൾ, അപ്പൂപ്പനമ്മമാരെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയുമ്പോൾ, ഒരു വൈദികനെ കാണുമ്പോൾ, ഒരു കന്യാസ്ത്രീയെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, പറയുന്നയാളിലൂടെയും അത് കേൾക്കുന്നയാളിലൂടെയും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതായത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട, കുരിശിൽ മരിച്ച് നമ്മൾ രക്ഷിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തു, യേശുവും നമ്മിലൂടെ സ്തുതിക്കപ്പെടട്ടെ. അതാണ് എൻ്റെ അർത്ഥം. അതും എത്ര സുന്ദരമാണ്. നമ്മളത് അറിഞ്ഞുകൊണ്ട് പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് രക്ഷയ്ക്ക് ഒരു കാര്യമാണ്. രക്ഷയ്ക്ക് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴിയാണ്. നമ്മിലൂടെ ഈശോയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ. അതാണ് ഈശോയെ പ്രഘോഷിക്കാനായിട്ടുള്ള ആ ഒരു അവസരം പത്രോസ് നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് പറയുമ്പോൾ ഉടൻ തന്നെ ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച്, പീഡനകൾ സഹിക്കേണ്ടതിനെക്കുറിച്ച്. അത് ഇന്നത്തെ സുവിശേഷത്തിലും പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് പറയുമ്പോൾ പത്രോസ് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ്. ക്രിസ്തു ആരാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവൻ ആരാണ് എന്ന് മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ്. കാരണം ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അതായത് പാപികൾക്ക് വേണ്ടി മരിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അങ്ങനെ എനിക്കിത് മരണം സംഭവിക്കും, ഞാൻ പീഡകൾ സഹിക്കേണ്ടി വരും, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രവചനമാണത്. ശിഷ്യന്മാരോട് പറയുമ്പോൾ അത് മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പറയും, നീ മാറി നിൽക്കൂ, സാത്താനെ നീ മാറി നിൽക്കൂ, എൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ. നിൻ്റെ ചിന്ത ദൈവികമല്ല, നിനക്കത് മനസ്സിലായിട്ടില്ല. നമുക്കും പലപ്പോഴും ദൈവത്തെ പ്രഘോഷിക്കാത്തത്, ചിലപ്പോൾ ദൈവത്തെ പ്രഘോഷിക്കുന്നില്ല എന്നത് ഒന്ന്, നമ്മൾ ഞായറാഴ്ച ആചരണങ്ങൾ മുടക്കിക്കളയുന്നുണ്ട്, നമ്മുടെ കൗദാശ ജീവിതം നമ്മൾ അത് നേരാവണ്ണം ചെയ്യുന്നില്ല, പിന്നീട് ചില നേർച്ചകളിലൊക്കെ നമ്മൾ കുടുങ്ങിപ്പോകുന്നുണ്ട്, പിന്നെ ചില ദുരാചാരങ്ങളുടെ കെണികളിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ചില കണ്ടീഷൻ വയ്ക്കാതെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയ കുഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം, നീ ഇന്നതുപോലെ ചെയ്തു തന്നാൽ, അങ്ങനെ പറഞ്ഞിട്ടല്ല ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. പക്ഷേ നമ്മൾ നേർച്ചകളിലൂടെ ഒക്കെ ദൈവത്തോട് കണ്ടീഷൻ വയ്ക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് ദൈവമെന്ന് മനസ്സിലായിട്ടില്ല. ഒരു യജമാനൻ, നമ്മുടെ അപ്പൻ നമ്മളോടൊരു കണ്ടീഷനും വെച്ചിട്ടില്ല, പക്ഷെ മകൻ അപ്പനോട് കണ്ടീഷൻ വയ്ക്കുന്നു. അതാണ് നമുക്ക് എന്താണ്, ആരാണ് ക്രിസ്തു എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ ചില ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പെട്ടുകിടക്കുന്നത്, ചില നേർച്ചകളിൽ പെട്ടുകിടക്കുന്നത്. യഥാർത്ഥത്തിൽ നേർച്ചകളിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്തുക ഈശോയുടെ കുരിശ് മരണവും ഈശോയുടെ ഉത്ഥാനവും ഈശോയുടെ ഈ രഹസ്യങ്ങളെല്ലാം നമ്മൾ പ്രഘോഷിക്കുമ്പോഴാണ്. അതാണ് മറിയം ചെയ്തത്.
മറിയം ഉള്ളിൽ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് അത് ആ സഹനങ്ങളിലും നഷ്ടപ്പെടുത്താതെ കുരിശിൻ്റെ മുമ്പിൽ നിന്ന് ഈശോയുടെ മരണത്തെ ആരാധിച്ച് ഈശോയുടെ ശരീരം നല്ല ഭവ്യതയോടുകൂടെ സ്നേഹത്തോടെ മടിയിലേക്ക് സ്വീകരിച്ച് ഈശോയുടെ മരണത്തെ, ഈശോ എന്ന രക്ഷയെ ആരാധിച്ചു. അതാണ് ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് ഈശോയുടെ വരവും മരണവും. അത് മറിയം ആരാധിച്ചു. അതാണ് മറിയത്തിന് ഇത്ര മഹത്വം ദൈവം കൊടുത്തത്. നമുക്കും കുറേ അനുഗ്രഹങ്ങൾ വേണം. നമുക്കുള്ള കുറുക്കു വഴി ഇതാണ്. ഇവിടെ ചരട് കെട്ടുക, തൂവാല കെട്ടുക, താക്കോല് പൂട്ടുക എന്ന ദുരാചാരങ്ങളിലൊന്നും പെട്ടുപോകരുത്. അതുവഴി നമ്മൾ ദൈവത്തെ പ്രഘോഷിക്കുന്നേയില്ല. നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ മുടി വടിക്കുന്നവരുണ്ട്, അതൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. അയ്യോ അത് വടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, അയ്യോ അത് നേർന്നുപോയി. പക്ഷേ ഒരു മുടി വടിച്ചത് കൊണ്ട് നടപടി പുസ്തകത്തിൽ 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ അത് പൗലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈശോ മുടി വടിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. നമ്മുടെ തൃപ്തി അതിലാ, മുടി വടിക്കുന്നതിലാണ് നമ്മുടെ തൃപ്തി. നമ്മുടെ തൃപ്തി ഈശോയെ പരിശുദ്ധ കുർബാനയായി സ്വീകരിക്കുന്നതിലും ഞായറാഴ്ച ആചരിക്കുന്നതിലും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതിലും ആകണം. അതുവഴിയാണ് നമുക്ക് ഈശോയോടൊരു ബന്ധമുണ്ടാകുന്നത്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ പോലും നമുക്ക് ഈശോയോടൊരു ബന്ധമുണ്ടാകും. പക്ഷെ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഈശോയോട് എന്തെങ്കിലും ബന്ധമുണ്ടായോ? നമ്മളോട് തന്നെ ചോദിക്കണം. ഇങ്ങനെ ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ ചെയ്തത് വഴി ഈശോയോട് എന്തെങ്കിലും ബന്ധമുണ്ടായോ? ഈശോയെ നമ്മൾ പ്രഘോഷിച്ചോ? ഈശോയെ പ്രഘോഷിക്കുന്ന കാര്യം ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ ക്രിസ്മസിന് ഒരുങ്ങുകയാണ്. 6 മാസത്തിനുള്ളിൽ ഈസ്റ്ററും വരികയാണ്. ഇതെല്ലാം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെറുതെ ബാഹ്യമായിട്ട് ആഘോഷിച്ച് വിട്ടുകളയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ക്രിസ്മസും ഈസ്റ്ററും നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു ലോങ് ടേം പ്രോജക്റ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 മാസത്തിനുള്ളിൽ, ഈ 6 മാസത്തിനുള്ളിൽ ദൈവത്തോട് അനുഗ്രഹം ചോദിച്ച് നോക്ക്. അതിന് ഒരേ ഒരു വഴി, ദൈവം നമ്മളോട് സന്തോഷം കാണിക്കാൻ, ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കാൻ ഉള്ള വഴി ഈശോയെ പ്രഘോഷിക്കുക. ഈശോയെ പ്രഘോഷിക്കുക എന്നത് പരിശുദ്ധ കുർബാന അർപ്പണം, പരിശുദ്ധ കുർബാന സ്വീകരണം, കുമ്പസാരം. ഇതാണ്. ഇതിലൂടെ നമുക്ക് ഈശോയെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിന് നമ്മളോട് പ്രത്യേക ഇഷ്ടമുണ്ടാകും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, ചങ്കായിട്ട് കൂടെ നിർത്തുക. ഈശോയെ ഞാൻ പ്രഘോഷിച്ചു, ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകണം. നമുക്കിപ്പോൾ നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ, ഞാൻ ഈശോയെ പ്രഘോഷിക്കുന്നുണ്ട്, ഞാൻ ഈശോയുടെ കൂടെയാണ്, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് പറയുന്നതിൻ്റെ ബോധ്യം എനിക്കുണ്ടെന്ന് നമുക്ക് പലർക്കും ബോധ്യമുണ്ടോ? നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ പ്രഘോഷിക്കാനായിട്ടുള്ള അവസരം, അതാണ് കുറുക്ക് വഴി. ഈശോയെ പ്രഘോഷിക്കുക, ഈശോയെ ഏറ്റുപറയുക, ഈശോ ദൈവമാണെന്ന് ഏറ്റുപറയുക. ഈശോ തോറ്റുപോകാൻ അനുവദിക്കരുത്. ഒരാളുടെ മുമ്പിൽ ഈശോയ്ക്ക് ഒരു കുറവ് വരരുത്. നമ്മിലൂടെ ഈശോയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ, നമ്മിലൂടെ ഈശോ ജയിക്കട്ടെ എന്നൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ചിന്ത. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. യേശു രക്ഷകനാണെന്ന്, യേശു ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു രക്ഷകനാണെന്ന്, യേശു ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ മറിയമേ,
യേശു ദൈവത്തിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്നും ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് ലൂക്ക 9:20 ഞങ്ങൾക്ക് ഉള്ളിൽ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു തരണമേ. അത് ജീവിക്കാനുള്ള കൃപ നൽകണമേ. അമ്മ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതുപോലെ ഉള്ളിൽ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ പൊന്നുപോലെ കൊണ്ടു നടന്നതുപോലെ അങ്ങനെ കൊണ്ടു നടക്കുവാനും ഞങ്ങൾക്ക് ഈ വരുന്ന നാളുകളിൽ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഞങ്ങൾക്ക് നല്ല നല്ല സമ്മാനങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വർഷിക്കണമേ. അതിന് ഈ തീർത്ഥാടനവും ഈ പരിശുദ്ധ ബലിയർപ്പണവും ഞങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. ആമേൻ. ആശയിൽ കാഴ്ചയേകാം ജീവിത കാരുണ്യവാനായി നല്ല ദൈവമേ, ആശയിൽ ആശയിൽ കാഴ്ചയേകാം ജീവിത പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് ജനത്തിൻ്റെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമേ. വിശ്വാസത്തിൻ്റെ ഭക്തിയാൽ പ്രഖ്യാപിക്കപ്പെടുന്നത് സ്വർഗീയ രഹസ്യങ്ങളാൽ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനൊക്കെ ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം
ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകനാ നിരഞ്ഞുമതയും വിണ്ടലമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യതുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരൂ, അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണിയാണി ഞങ്ങളിൽ കണിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണിയാണി ഞങ്ങളിൽ കണിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണിയാണി ഞങ്ങൾ സമാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശയാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ നിരന്തര സഹായത്താൽ ഉദ്ധരിക്കണമേ. അങ്ങനെ ദിവ്യരഹസ്യങ്ങളാലും ജീവിത രീതികളാലും പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തെ